പഴുത്തുപോയ പഴം കൊണ്ടുള്ള ഒരു സിമ്പിൾ സ്വീറ്റാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഒരു നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടെങ്കിൽ വലിയ ഇളക്കിനൊന്നും ബുദ്ധിമുട്ടില്ലാതെ ഇത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഈ പലഹാരം എന്തുകൊണ്ടും ബേക്കറികളിൽ നിന്ന് വാങ്ങുന്ന പലഹാരത്തിനേക്കാൾ നല്ലതാണ്. ഇത് തയ്യാറാക്കാനായി 23 പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സ്കിന്നൊക്കെ മാറ്റിയിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ട് അടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ സ്മാഷർ കൊണ്ട് സ്മാഷ് ചെയ്യുകയോ ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്തതായിട്ട് ചൂടായ ഒരു പാനിൽ 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. കൂടെ സ്മാഷ് ചെയ്തെടുത്ത പഴം കൂടെ ചേർക്കുക. പഴമൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷമേ ശർക്കര ചേർക്കാവൂ. വഴറ്റുമ്പോൾ പഴത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇപ്പോഴാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയാൽ മതി. ഫ്ലെയിം മീഡിയത്തിൽ ആയിരിക്കണം. കുറച്ച് ഇത് വഴന്നതിന് ശേഷം ഇതിലേക്ക് 1.5 കപ്പ് അഴുക്കില്ലാത്ത ശർക്കരപ്പൊടി ചേർക്കുന്നുണ്ട്. അഴുക്കുണ്ടെങ്കിൽ 1/2 കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ച് ചേർക്കണം. നന്നായി ഇളക്കുക. ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട്. 2 സ്പൂൺ അരിപ്പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലവറോ 1/4 കപ്പ് വെള്ളത്തിൽ നന്നായി കലക്കി ഒഴിക്കുക. ഇതിനു മുമ്പ് പഴത്തിൻ്റെ ഹൽവയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൽ പഴവും ശർക്കരയും മാത്രമേ ഉള്ളൂ. എന്നാൽ രണ്ടും 2 തരമാണ്. രണ്ടിനും നല്ല ടേസ്റ്റാണ്. കലക്കിയ അരിപ്പൊടി ഒന്നുകൂടി ഇളക്കിയിട്ട് പഴത്തിൻ്റെ മിക്സിലേക്ക് ഒഴിക്കുക. ഇനിയും തൊട്ട് ഇത് നന്നായിട്ട് ഇളക്കണം. ഈ സമയം ഹൽവ സെറ്റ് ചെയ്യാനുള്ള പാത്രം കൂടെ റെഡിയാക്കി വെക്കുക. പഴത്തിൻ്റെ മിക്സിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ചേർക്കുക. ഇളക്കിയതിന് ശേഷം 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ വിതറുക. ഏലക്കാപ്പൊടി എങ്ങനെ പൊടിക്കാമെന്ന് ഞാൻ മോൾജീസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഇത് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കി കഴിയുമ്പോൾ പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന പരുവമാകുമ്പോൾ സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്കിത് മാറ്റുക. പഴം മിക്സ് ഒരു സ്പാറ്റുല കൊണ്ട് ലെവൽ ചെയ്യുക. നന്നായി തണുത്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റുക. ഇനി ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുത്ത് ഉപയോഗിക്കാം. എന്തുകൊണ്ടും നല്ലതായ പലഹാരം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഹാവ് എ നൈസ് ടൈം.